ഹലോ ഗുഡ് ഡേ എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സൗണ്ട്സ് ആണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൽഫബറ്റ് പഠിച്ചിട്ടുണ്ടായി, കുറച്ച് ലെറ്റേഴ്സ് അടുത്ത് വരുമ്പോൾ ഉള്ള പ്രൊനൗൺസിയേഷൻ പഠിച്ചിട്ടുണ്ടായി. ഇനി അതിന് ശേഷമുള്ള കുറച്ച് ലെറ്റേഴ്സ്, വവ്വൽ ലെറ്റേഴ്സ് അടുത്ത് വരുമ്പോഴും കോൺസണന്റ് ലെറ്റേഴ്സ് അടുത്ത് വരുമ്പോഴും കുറച്ച് ചേഞ്ചസ് ഉണ്ട്. സോ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫ്തോങ്സ് ആണ്. ഡിഫ്തോങ്സ് എന്ന് പറഞ്ഞാൽ വവ്വൽ സൗണ്ട്സ്, വവ്വൽ ലെറ്റേഴ്സ് അടുത്ത് വരുമ്പോൾ ഉള്ള സൗണ്ട്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഇയും ഐയും, ജർമ്മൻ ലെറ്റേഴ്സ് എ ആൻഡ് ഐ. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇയും ഐയും പ്രൊനൗൺസ് ചെയ്യുന്നത് നമ്മൾ ഐ എന്നുള്ള സൗണ്ടാണ്. ഫോർ എക്സാമ്പിൾ ജർമ്മൻ വേർഡ്സ് മൈൻ, സൈറ്റ്. മൈൻ എന്ന് പറഞ്ഞാൽ മൈ, സൈറ്റ് എന്ന് പറഞ്ഞാൽ ടൈം. സോ ഇയും ഐയും വരുമ്പോൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് മൈൻ അല്ലെങ്കിൽ സൈറ്റ്. ഐ എന്നുള്ള സൗണ്ടാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. ഇയും ഐയും ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഐയിലാണ് എൻഡ് ചെയ്യുന്നത്. സോ ഐ എന്നുള്ള സൗണ്ട് തന്നെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്, ഓർത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എ ഐ. ജർമ്മനിൽ പറയുകയാണെങ്കിൽ ആ ഐ. ആയും ഐയും വരുന്ന സമയത്ത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് സെയിം സൗണ്ട് ആണ്, ഐ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ജർമ്മനിൽ പറയുകയാണെങ്കിൽ കൈസർ, കൈസർ. ഓക്കെ, കൈസർ എന്ന് പറഞ്ഞാൽ എംപറർ എന്നാണ് മീനിങ് വരുന്നത്. നെക്സ്റ്റ് ലെറ്റേഴ്സ് എ വൈ. ഇതും സെയിം ആണ്, ഐ എന്ന് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബയേൺ, ബയേൺ. ഓക്കെ, ബയേൺ എന്ന് പറഞ്ഞാൽ ബവാരിയ എന്ന് പറയുന്ന ഒരു ജർമ്മൻ സ്റ്റേറ്റിന്റെ ഒരു പേരാണ്, ജർമ്മനിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ് ബയോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലെറ്റേഴ്സ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇയും യുവും. ഓക്കെ, എ ആൻഡ് യു. എയും യുവും വരുന്ന സമയത്ത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഒയ് എന്നാണ്, ഒയ്. ഫോർ എക്സാമ്പിൾ ജർമ്മനിൽ പറയുകയാണെങ്കിൽ നൊയ്, നൊയ് എന്ന് പറഞ്ഞാൽ ന്യൂ, ലോയ്റ്റെ, ലോയ്റ്റെ എന്ന് പറഞ്ഞാൽ പീപ്പിൾ. സോ ഇയും യുവും വരുന്ന സമയത്ത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഒയ് എന്നുള്ളൊരു സൗണ്ടാണ്, ഒയ്. ഫോർ എക്സാമ്പിൾ നൊയ്, ലോയ്റ്റെ. നെക്സ്റ്റ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് എ ഉംലൗട്ട് യു. എ ഉംലൗട്ട് യു നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഒയ് എന്ന് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോയ്സർ, ഹോയ്സർ. ഓക്കെ, ഒയ് എന്നുള്ള സെയിം സൗണ്ട്, ഒ വൈ എന്നുള്ള സൗണ്ടാണ് വരിക. ഓക്കെ, അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോയ്സറിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഹൗസസ് എന്നാണ് മീനിങ് വരുന്നത്. ഇനി അടുത്ത ലെറ്റർ ആണ് എയും യുവും. എയും യുവും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഔ എന്നാണ്. നമ്മൾ ഇംഗ്ലീഷിൽ കൗ, ഔൾ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സൗണ്ടാണ് എക്കും യുവിനും വരിക. അതിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൗസ്, ബൗം. ഹൗസ് എന്ന് പറഞ്ഞാൽ ഹൗസ് തന്നെ, നമ്മുടെ ഇംഗ്ലീഷിലെ ഹൗസ് വീട് തന്നെയാണ് മീനിങ്. ബൗം എന്ന് പറഞ്ഞാൽ ട്രീ എന്നാണ് മീനിങ്. സോ ആദ്യം തൊട്ട് ഇത്ര വരെ നമുക്കൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കാം. സോ ദ ലെറ്റേഴ്സ് ഇ ഐ, എ ഐ ആൻഡ് എ വൈ. ഈ മൂന്ന് ലെറ്റേഴ്സ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഐ എന്ന് തന്നെയാണ്. അതേ സമയത്ത് ഇ യുവും എ ഉംലൗട്ട് യുവും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഒയ് എന്നായിരിക്കും. ഓക്കെ, അതേ സമയത്ത് എ യു നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഔ എന്നാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മുടെ അടുത്ത കുറച്ച് വവൽ കോമ്പിനേഷൻസും കൂടെ പഠിക്കാം. ഇനി ഐ ഇ വരുവാണെങ്കിൽ ഇതിൽ എൻഡ് ചെയ്യുന്നത് ഇയിലാണ് എൻഡ് ചെയ്യുന്നത്. സോ നമ്മൾ ഇ എന്നുള്ള സൗണ്ട് എടുക്കുക. ഇ ഐ ആണെങ്കിൽ ഐയിലാണ് എൻഡ് ചെയ്യുക. സോ ഐ എന്നുള്ള സൗണ്ട്. ഐ ഇ ആണെങ്കിൽ ഇ എന്നുള്ള സൗണ്ട്. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. സോ ഐ ഇ ആണെങ്കിൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഈനാണ്. ജർമ്മനിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലീബെ, ലീബെ. ഓക്കെ, ലീബെ മീനിങ് ലവ്. ഓക്കെ, ലീബെ അല്ലെങ്കിൽ സ്പീലൻ, സ്പീലൻ. ഓക്കെ, സ്പീലൻ മീനിങ് ടു പ്ലേ. സോ ഐ ഇ വരുവാണെങ്കിൽ പ്രൊനൗൺസിയേഷൻ ഇ എന്നാണ്, ലീബെ, സ്പീലൻ. ഓക്കെ, നെക്സ്റ്റ് സൗണ്ട് ഡബിൾ ഇ. ഇ എന്നുള്ള സൗണ്ട് വരാന്ന് വിചാരിക്കുക. കുറച്ച് നീട്ടി പറഞ്ഞാൽ മതി. ലോങ് ഇ സൗണ്ട് ആണ് വരിക. ഫോർ എക്സാമ്പിൾ ടീ, ടീ. ഓക്കെ, ടീ മീനിങ് ടീ തന്നെ. നമ്മൾ ഇംഗ്ലീഷിലെ ടീ തന്നെയാണ് ടീ എന്നുള്ള മീനിങ്. അതേ സമയത്ത് ഇനി നെക്സ്റ്റ് ലെറ്റേഴ്സ് എ, ഡബിൾ എ സൗണ്ട് വരുവാണെങ്കിൽ ലോങ് എ സൗണ്ട് ആണ്. നമ്മൾ ജർമ്മനിൽ ആ എന്നാണ് പറയുക. സോ ഹാർ, ഹാർ. ഓക്കെ, ഹാർ മീൻസ് ഹെയർ എന്നുള്ള മീനിങ് ആണ് വരിക. ഇനി അതേ സമയത്ത് ഡബിൾ ഒ സൗണ്ട് വരുവാണെങ്കിൽ ഓ സൗണ്ട് ആണ് വരിക, ലോങ് ഓ സൗണ്ട് ആണ് വരിക. ബൂട്ട്, ബൂട്ട്. ഓക്കെ, ബൂട്ട് മീനിങ് ബോട്ട് എന്നുള്ള മീനിങ് ആണ് വരിക. സോ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് കേസാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വവൽസിൻ്റെ കൂടെ നമ്മൾ എച്ച് എന്നുള്ള സൗണ്ട് വരികയാണെങ്കിൽ എച്ച് സൈലൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ഉംലൗട്ട് എച്ച്. ഓക്കെ, ആ ഒരു സ്ഥലത്ത് നമ്മൾ ലോങ് എ സൗണ്ട് ആണ് കൊടുക്കുക, ഒരിക്കലും എച്ച് പ്രൊനൗൺസ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജർമ്മൻ വേർഡ് ഏൻലിഷ്. ഓക്കെ, ഏൻലിഷ് ഒരിക്കലും നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയില്ല, ഏൻലിഷ് എന്ന് മാത്രമേ പറയുള്ളൂ. എച്ച് സൈലൻ്റ് ആണ്. ഏൻലിഷ്, ഏൻലിഷ് മീനിങ് സിമിലർ. സോ ഒന്നുകൂടെ എൻ്റെ കൂടെ പ്രൊനൗൺസ് ചെയ്യുക, ഏൻലിഷ്. ഓക്കെ, ഏൻലിഷ്. നെക്സ്റ്റ് വൺ ഈസ് ഒ എച്ച്. ഒ എച്ച് എന്നുള്ള സൗണ്ടിലും ഓ വവലാണ്, എച്ച് വരുന്നുണ്ട്. സോ എച്ച് സൈലൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ലോങ് ഓ സൗണ്ട് ആണ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ വോനൻ, വോനൻ. ഓക്കെ, വോനൻ മീനിങ് ടു ലിവ് എന്നാണ് മീനിങ് വരിക, വോനൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എ എച്ച്. എ എച്ച് എന്ന് വരുമ്പോൾ ലോങ് ആ സൗണ്ട് ആണ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഫാരൻ, ഫാരൻ. ഓക്കെ, ഒരിക്കലും നമ്മൾ ഫാറൻ എന്ന് പറയില്ല, എച്ച് സൗണ്ട് ചെയ്യില്ല.
ഒരിക്കലും എന്നിട്ട് നമ്മൾ എച്ച് സൈലന്റ് ആക്കി പറയാം ഫാറൻ. ഫാറൻ മീനിങ് ടു ഡ്രൈവ് അല്ലെങ്കിൽ ടു ട്രാവൽ എന്നാണ് മീനിങ് വരിക. നെക്സ്റ്റ് വൺ ഈസ് ഇ എച്ച് സൗണ്ട് ചെയ്യുമ്പോൾ ലോങ് ഇ സൗണ്ട് ആണ് വരിക. ഓക്കെ, ലോങ് എ സൗണ്ട്, ഇക്ക് എ എന്നുള്ള സൗണ്ട്, സോ എ സൗണ്ട് ആണ് വരിക. ഫോർ എക്സാമ്പിൾ ഗേൻ, ഒരിക്കലും നമ്മൾ ഗേഹൻ പറയരുത്, ഹെൻ എന്നല്ല പ്രൊനൗൺസ് ചെയ്യുക, ഗേൻ. ഓക്കെ, ഗേൻ, ഗേൻ. ഓക്കെ, മീനിങ് ടു ഗോ എന്നാണ് മീനിങ് വരിക. നെക്സ്റ്റ് വൺ ഈസ് യു എച്ച്, ലോങ് ഊ സൗണ്ട് ആണ്. ഫോർ എക്സാമ്പിൾ ഊവർ, ഊവർ. ഓക്കെ, ഊവർ മീനിങ് ക്ലോക്ക് അല്ലെങ്കിൽ വാച്ച് എന്നാണ് മീനിങ് വരിക. സോ നമുക്കൊന്നുകൂടി പ്രൊനൗൺസ് ചെയ്ത് നോക്കാം. എ ഉംലൗട്ട് എച്ച് വരുന്ന സമയത്ത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് എന്നാണ് വരിക. നെക്സ്റ്റ് വൺ ഒ എച്ച് വരുന്ന സമയത്ത് വോനൻ. നെക്സ്റ്റ് വൺ എ എച്ച് ഫാരൻ, ഇ എച്ച് ഗേൻ ആൻഡ് ലാസ്റ്റ് ലെറ്റേഴ്സ് യു എച്ച് ഊവർ. ഓക്കെ, ഇങ്ങനെയാണ് വരിക. സോ ഇത്രയേ ഉള്ളൂ നമ്മൾ വവൽസിൽ കോമ്പിനേഷൻ വരുമ്പോൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസണന്റ് സൗണ്ട്സ് ആണ്. കോൺസണന്റ് ലെറ്റേഴ്സ് അടുത്ത് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് SCH. ഓക്കെ, SCH എന്നുള്ള പ്രൊനൗൺസിയേഷൻ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഷ് എന്നുള്ള സൗണ്ടാണ്. ഷ് നമ്മൾ ഷൂസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സൗണ്ടാണ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഷൂളെ, ഷൂളെ മീനിങ് സ്കൂൾ. ഓക്കെ, ഷ് എന്നുള്ള സൗണ്ടാണ് മീനിങ് ഷൂളെ, ഷൂളെ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്, സ്കൂൾ എന്നാണ് പറയാം. നെക്സ്റ്റ് വൺ ഈസ് CK, അത് ക എന്നുള്ള സൗണ്ട്, കെന്റെ സൗണ്ട് തന്നെയാണ് വരിക. എക്കെ, എക്കെ മീനിങ് കോർണർ അല്ലെങ്കിൽ സുക്കർ, സുക്കർ മീനിങ് ഷുഗർ. ഒരു ക സൗണ്ട്, നമുക്ക് നോർമലി നമ്മൾ ഇംഗ്ലീഷിൽ കെ സൗണ്ട് ചെയ്യുന്ന അതേ പ്രൊനൗൺസിയേഷൻ തന്നെ വരിക. CK, കെ എന്നാണ്. എക്കെ സുക്കർ, സുക്കർ മീനിങ് ഷുഗർ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് NK, NK അത് തന്നെ NK എന്നുള്ള സൗണ്ട് തന്നെ വരിക. ഫോർ എക്സാമ്പിൾ നമ്മൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ട്രിങ്കൻ, ട്രിങ്കൻ, ഇങ്കൻ. ഓക്കെ, ട്രിങ്കൻ മീനിങ് ടു ഡ്രിങ്ക് എന്നാണ് വരിക. നെക്സ്റ്റ് വൺ ഈസ് NG, അത് നമ്മൾ വേർഡിൽ പറയുകയാണെങ്കിൽ സിങ്ങൻ, സിങ്ങൻ. ഓക്കെ, മീനിങ് ടു സിങ് എന്നാണ് വരിക. നെക്സ്റ്റ് ലെറ്റേഴ്സ് പിയും എഫും ആണ്. അതിന് രണ്ട് സൗണ്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. ഒരു പ്രൊനൗൺസിയേഷൻ ഞാൻ കേൾപ്പിച്ചു തരാം. ഫേർഡ്. ഓക്കെ, ഫേർഡ്, പിയും എഫും പ്രൊനൗൺസ് ചെയ്യണം. ഫേർഡ്. ഓക്കെ, മീനിങ് വരുന്നത് ഹോഴ്സ് എന്നാണ് മീനിങ് വരിക. ഫേർഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് PH. PHന് ഒരു എഫിന്റെ സൗണ്ട് ആണ് വരിക. PH ഈസ് പ്രൊനൗൺസ് ആസ് എഫ്. ഇംഗ്ലീഷ് ലെറ്റേഴ്സ് എഫിന്റെ പ്രൊനൗൺസിയേഷൻ ആണ് വരിക. ഫിലോസഫി, ഫിലോസഫി. ഓക്കെ, ഫിലോസഫി മീനിങ് ഫിലോസഫി തന്നെ. ഓക്കെ, ഫിലോസഫി. ഓക്കെ, സോ നെക്സ്റ്റ് ലെറ്റേഴ്സ് ക്യൂയും യു ആണ്. ക്യു യു നമ്മൾ ഇംഗ്ലീഷിൽ KV ഒരുമിച്ച് വരുമ്പോൾ സൗണ്ടാണ്, അതൊരു സൗണ്ടാണ്. സോ ജർമ്മൻ ലെറ്റർ ക്വല്ലെ, ക്വല്ലെ എന്നൊരു സൗണ്ടാണ് വരിക. ഓക്കെ, ക്വല്ലെ മീനിങ് സോഴ്സ്. ഓക്കെ, ക്യു യു വരുമ്പോൾ ക്വ എന്നൊരു സൗണ്ടാണ് വരിക. ക്വല്ലെ, ക്വല്ലെ. ഓക്കെ, നെക്സ്റ്റ് ലെറ്റേഴ്സ് ഈസ് എസും പിയും. എസും പിയും വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, എസും പിയും ബിഗിനിങ്ങിലാണ് ഒരു സെനൻസിൽ ഒരു വേർഡിൽ പറയുന്നത് എങ്കിൽ നമുക്ക് സ്പ് എന്നല്ല നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക, ഷ്പ്. എസിന് ഷ് എന്നുള്ള സൗണ്ടാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, സ്പ് എന്ന് പറയരുത്, ഷ്പ് എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പോട്ട്, സ്പോട്ട് മീനിങ് സ്പോർട്സ് തന്നെ, നമ്മുടെ ഗെയിം കളിക്കില്ല അത് തന്നെയാണ് പറയുക. ഒരിക്കലും സ്പോട്ട് എന്ന് പറയില്ല, സ്പോട്ട് അല്ല സ്പോർട്ട്, സ്പോർട്ട്. സ്പീലൻ, സ്പീലൻ. ഓക്കെ, സ്പീലൻ എന്നാണ് പറയുക. ഷ് എന്നൊരു സൗണ്ടാണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ലെറ്റർ എസും ടിയും ഇതിന് തന്നെ ഷ്ട് എന്നാണ് സൗണ്ട് കൊടുക്കുക. സ്റ്റ് അല്ല ഷ്ട്, ഒരു ഷാ സൗണ്ട് കൊടുക്കണം. സ്ട്രാസെ, സ്ട്രാസെ മീനിങ് സ്ട്രീറ്റ് ആൻഡ് സ്റ്റൈൻ, സ്റ്റൈൻ മീനിങ് സ്റ്റോൺ. സോ എസും ടിയും വരുമ്പോൾ ഷ്ട് സൗണ്ട് ആണ്. സ്ട്രാസെ ആൻഡ് സ്റ്റൈൻ, സ്റ്റൈൻ. ഓക്കെ, സ്റ്റൈൻ മീനിങ് സ്റ്റോൺ എന്നാണ് വരിക. ഇനി നെക്സ്റ്റ് ലെറ്റേഴ്സ് TSCH, TSCH അതിന് ഷ് സൗണ്ട് ആണ് വരിക. ഡോയിഷ്, ഡോയിഷ് മീനിങ് ജർമ്മൻ. ഓക്കെ, ഡോയിഷ്, ഡോയിഷ് മീനിങ് ജർമ്മൻ എന്നാണ് വരിക. നെക്സ്റ്റ് ലെറ്റർ T and Z. T and Z വരുമ്പോൾ സ് എന്നൊരു സൗണ്ട് വരിക. ഫോർ എക്സാമ്പിൾ കാറ്റ്സെ, കാറ്റ്സെ, കാറ്റ്സെ മീനിങ് കാറ്റ്, കാറ്റ്സെ. നെക്സ്റ്റ് ലെറ്റർ Z ആണ്. സെഡിനും TZ തന്നെയാണ് വരിക. സോറി, TS തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ സൈറ്റ്, സൈറ്റ്, സൈറ്റ് മീനിങ് ടൈം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായി, സൈറ്റ് മീനിങ് ടൈം. സോ നെക്സ്റ്റ് ലെറ്റർ വരുന്നത് ടിയും എഷും ആണ്. ടി വെച്ചും പ്രൊനൗൺസ് ചെയ്യുന്നത് നമ്മൾ ടി എന്നുള്ള സൗണ്ട് തന്നെയാണ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ പറഞ്ഞെങ്കിൽ തിയേറ്റർ, തിയേറ്റർ. ഓക്കെ, നമ്മൾ തിയേറ്റർ എന്ന് പറയുന്ന അതേ വേർഡ് തന്നെയാണ്, അതേ സംഭവം തന്നെയാണ്, സ്പെല്ലിംഗ് കറക്റ്റ് ആണ്, ഒരു ഈ എൻഡിങ്ങിൽ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് തിയേറ്റർ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ലെറ്റർ ഈസ് TION. നമ്മൾ ഇംഗ്ലീഷ് വേർഡ്സിൽ TION എന്നുള്ളത് മിക്ക സമയത്തും നമ്മൾ ഈ ജർമ്മനിൽ സെയിം തന്നെയാണ്, പക്ഷെ പ്രൊനൗൺസിയേഷൻ കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട്. സോ TION എപ്പോഴും സിയോൺ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആണ് ജർമ്മനിൽ വരിക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാസിയോൺ, നേഷൻ എന്ന് നമ്മൾ പറയില്ല, നാസിയോൺ എന്നാണ് പറയാ, നാസിയോൺ. ഓക്കെ, നാസിയോൺ മീനിങ് നേഷൻ തന്നെയാണ്. ഇനി അടുത്ത ലെറ്റർ വരുന്നത് TIONA ഉംലൗട്ട് R ആണ്. അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് സിയോനേർ, സിയോനേർ. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മില്യോനേർ,
മില്യോനെയർ എന്നാണ് പറയുക. ഓക്കെ, മില്യോനെയർ. മില്യോനെയർ എന്ന് പറഞ്ഞാൽ മില്യൺ മീൻസ് മില്യനെയർ എന്ന് പറയില്ലേ, അത് തന്നെയാണ് മില്യോനെയർ എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോൺസണന്റ് സൗണ്ട്സും.